സതീശന് വേണ്ടി പൊതുജനത്തിൻ്റെ അടുത്ത് PR പണിയുമായി ചെന്ന മാധ്യമത്തിന് നല്ലൊരു കിടിലൻ പ്രതികരണം കൊടുത്തിട്ടുണ്ട്. പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നുണയനായ സതീശനെ ഞങ്ങൾക്ക് വേണ്ട, ജനപക്ഷത്തുള്ള പിണറായി മതി എന്നുള്ള ഒരു പ്രതികരണം. തുടർ ഭരണം ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാല് ഇതുപോലെ കുറെ ആളുകൾ പറയുന്ന മാറ്റം ആഗ്രഹിക്കും. ഒരു മാറ്റം ആഗ്രഹിക്കില്ലേ. മാറ്റം പറഞ്ഞാൽ പണ്ടത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുള്ള അവസ്ഥയിലേക്കാണ് കേരളം എത്തിച്ചേരുക. അത് ഓർമ്മയില്ലാത്ത ആളുകൾക്ക് മാധ്യമങ്ങൾ കംപ്ലീറ്റ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളൊന്നും കാണിക്കാതിരുന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ സർക്കാർ താഴെ ഇറക്കി വേറെ ഒരു പുതിയ സർക്കാർ അവർ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയുന്നു. പക്ഷെ അവർ എന്ത് ചെയ്യും ചോദിച്ചാൽ കഴിഞ്ഞ സർവീസ് തന്നെ പറഞ്ഞൊരു കാര്യം നമ്മൾ സർപ്രൈസ് ആയി വെക്കുകയാണ് പറയുന്നത്. എന്തുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞുകൂടാ? പച്ചയായിട്ട് കളവ് പറയുന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴത്തെ സ്ഥിരം വഴി. ഒരു ദിവസം ഒരു 5 കളവും പറഞ്ഞില്ലെങ്കിൽ അയാൾക്ക് ഉറക്കില്ല. ഇത് എന്ത് കാര്യം നല്ല ചെയ്താലും അതിനെ എതിർത്ത് സംസാരിക്കുക, വികസന പ്രവർത്തനങ്ങൾ ഇല്ല എന്ന് പറയുക. എന്നിട്ട് അതുപോലെ നേരത്തെ ഒരു ചാനൽ അയാൾ പറയുകയും ചെയ്തു, എനിക്ക് അത്യാവശ്യം ഞാൻ കളവ് പറയുന്നു. ആ ഒരു രാഷ്ട്രീയക്കാരന് ചോദിച്ചതാണോ അങ്ങനെ കളവ് പറയാൻ പാടുണ്ടോ? അതുകൊണ്ട് ഈ ഭരണം തുടരുന്ന കേട്ടല്ലോ. ഈ പ്രതികരണം കേട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ തലയിൽ മുണ്ടുമിട്ട് ആരും കാണാത്ത ദിക്കിലേക്ക് ഓടി മറഞ്ഞു എന്നാണ് അറിവ്. എന്താണെങ്കിലും ശരി, ഇന്നത്തെ ജനങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട്. രാഷ്ട്രീയ ബോധമെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വികസനം സാധ്യമാക്കണം എന്ന രാഷ്ട്രീയ ബോധം. അത്തരത്തിൽ കേരളത്തിന് വികസനം കൊണ്ടുവരണമെങ്കിൽ ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സാധിക്കില്ല എന്ന സാധാരണക്കാരായ ഓരോ പൗരനും അറിയാം. 10 വർഷത്തിൽ കേരളത്തിനുണ്ടായ മാറ്റവും 10 വർഷങ്ങൾക്ക് മുമ്പ് കേരളം വികസനത്തിന് വേണ്ടി യാചിച്ച കഥകളും ജനങ്ങൾക്ക് കൃത്യമായി ധാരണയുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചങ്കൂറ്റത്തിൽ മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ കേരളത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ 100-ൽ 110% പോരാടിയിട്ടുണ്ട്. ഒരു ദിവസം കുറഞ്ഞത് 5 നുണയെങ്കിലും പറയുന്ന സതീശനെ പോലുള്ളൊരു പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന് മാത്രമല്ല മൊത്തം കേരളത്തിന് തന്നെ അപമാനമാണെന്നും ആ പ്രതികരണത്തിൽ നിന്നും കൃത്യമായി തെളിയുന്നുമുണ്ട്. പൊതുജനത്തിൻ്റെ അടുത്ത് മയക്കുമായി ചെന്ന് എങ്ങനെയെങ്കിലും സതീശിനു വേണ്ടി 10 പോസിറ്റീവ് വാർത്തകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളുടെ ചെവിക്കൽ അടി കിട്ടിയതുപോലെയാണ് ഈ പ്രതികരണം. സോഷ്യൽ മീഡിയ ആകെ അലയടിക്കുന്ന ഈ പ്രതികരണത്തിൽ കാതലായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ട് സതീശൻ വേണ്ട എന്നും എന്തുകൊണ്ട് പിണറായി സർക്കാർ വരണമെന്നും കൃത്യമായി ആ പ്രതികരണത്തിൽ നിന്നും വെളിവാകുന്ന അവസ്ഥ. എന്തായാലും ശരി, ഈ ഒരു പ്രതികരണം മതി വരുന്ന തിരഞ്ഞെടുപ്പിൽ കേരളം എന്തിനു വേണ്ടിയിട്ടായിരിക്കും നിലകൊള്ളുക എന്ന് മനസ്സിലാക്കുവാൻ. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 5 നുണയെങ്കിലും ജനങ്ങളോട് പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ പ്രതികരണം കേട്ട ഉടനെ തലയിൽ മുണ്ടുമിട്ട് കണ്ടം വഴി ഓടി എന്നാണ് അറിയാൻ സാധിച്ചത്. തുടർ ഭരണം ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാല് ഇതുപോലെ കുറെ ആളുകൾ പറയുന്ന മാറ്റം ആഗ്രഹിക്കും. ഒരു മാറ്റം ആഗ്രഹിക്കില്ലേ. മാറ്റം പറഞ്ഞാൽ പണ്ടത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുള്ള അവസ്ഥയിലേക്കാണ് കേരളം എത്തിച്ചേരുക. അത് ഓർമ്മയില്ലാത്ത ആളുകൾക്ക് മാധ്യമങ്ങൾ കംപ്ലീറ്റ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളൊന്നും കാണിക്കാതിരുന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ സർക്കാർ താഴെ ഇറക്കി വേറെ ഒരു പുതിയ സർക്കാർ അവർ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയുന്നു. പക്ഷെ അവർ എന്ത് ചെയ്യും ചോദിച്ചാൽ കഴിഞ്ഞ സർവീസ് തന്നെ പറഞ്ഞൊരു കാര്യം നമ്മൾ സർപ്രൈസ് ആയി വെക്കുകയാണ് പറയുന്നത്. എന്തുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞുകൂടാ? പച്ചയായിട്ട് കളവ് പറയുന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴത്തെ സ്ഥിരം വഴി. ഒരു ദിവസം ഒരു 5 കളവും പറഞ്ഞില്ലെങ്കിൽ അയാൾക്ക് ഉറക്കില്ല. ഇത് എന്ത് കാര്യം നല്ല ചെയ്താലും അതിനെ എതിർത്ത് സംസാരിക്കുക, വികസന പ്രവർത്തനങ്ങൾ ഇല്ല എന്ന് പറയുക. എന്നിട്ട് അതുപോലെ നേരത്തെ ഒരു ചാനൽ അയാൾ പറയുകയും ചെയ്തു, എനിക്ക് അത്യാവശ്യം ഞാൻ കളവ് പറയുന്നു. ആ ഒരു രാഷ്ട്രീയക്കാരന് ചോദിച്ചതാണോ അങ്ങനെ കളവ് പറയാൻ പാടുണ്ടോ? അതുകൊണ്ട് ഈ ഭരണം തുടരുന്ന